കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗയിലെ 28-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തി ഇതി മത്വാന സ്വച്ഛതേ. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? അതായത്, അല്ലയോ മഹാബാഹോ, ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വം അറിയുന്നവൻ, ഗുണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവയിൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇതാണ് ശ്ലോകാർത്ഥം. ഇവിടെ തത്വാവിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് തത്വാവിത്ത്? അതായത് തത്വം അന്വേഷിക്കുന്ന ആൾ, അതായത് സത്യാന്വേഷികൾ, തത്വജ്ഞാനികൾ. അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. മഹാബാഹോ അതായത് വലിയ ബാഹുക്കളോട് കൂടിയവൻ, ശക്തിശാലി എന്നാണ് അർത്ഥം. അത് അർജുനനെയാണ് അങ്ങനെ വിളിക്കുന്നത്. കാരണം വീരനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തുന്നത്. ഗുണകർമ്മ വിഭാഗയോ എന്താണ് അതിൻ്റെ അർത്ഥം? ഗുണങ്ങൾക്ക് അനുയോജ്യമായ കർമ്മങ്ങൾ. അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ഗുണ എന്നാൽ ഗുണങ്ങൾ, അതായത് ക്വാളിറ്റീസ്, അതാണ് അർത്ഥം. ഗുണേഷു ഗുണവിശേഷങ്ങൾ, അതാണ് അർത്ഥം. അടുത്തത് വർത്തന്തേ. എന്താണ് വർത്തന്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ? വർത്തന്ത എന്നാൽ വർത്തിക്കുന്ന എന്നാണ് അർത്ഥം. അടുത്തത് ഇതി. ഇതി മത്വ അർത്ഥം ഇപ്രകാരം അറിയുന്ന. ന ഇല്ല. സജ്ജതേ അർത്ഥം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്? അർജുനനെ ഇവിടെ മഹാബാഹോ എന്നാണ് വിളിക്കുന്നത്. അതായത് നീ ഒരു യോദ്ധാവാണ് എന്ന് അവിടെ ഭഗവാൻ മനഃപൂർവമായി അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരു മനുഷ്യന് 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ഒരു മനുഷ്യന് ഈ 3 ഗുണങ്ങളുമുണ്ട്. അവൻ രാജാവായിക്കോട്ടെ, അവൻ സന്യാസി ആയിക്കോട്ടെ, അവൻ സാധാരണ ഗൃഹസ്ഥാശ്രമി ആയിക്കോട്ടെ, അവർക്കെല്ലാവർക്കും തന്നെ ഈ 3 ഗുണങ്ങളും അവരിലുണ്ട്. പക്ഷേ ചിലരിൽ ചില ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കും. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ മനുഷ്യരിലും ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യം കുടികൊള്ളുന്നുണ്ട്, അല്ലേ? എല്ലാ മനുഷ്യരിലും ആത്മാവുണ്ട്. ഈ ആത്മാവിന് ഈ കർമ്മങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആത്മാവ് എപ്പോഴും ശുദ്ധമാണ്. ഇവിടെ ഇന്ദ്രിയങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? അവൻ്റെ പ്രകൃതിക്കനുസരിച്ചിട്ട്, അവൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും, ഇത് എൻ്റെ കഴിവാണ്, ഞാനാണ് ചെയ്യുന്നത്, എനിക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നു, ദോഷമുണ്ടാകുന്നു, ഞാൻ വലിയ കേമനാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു മനുഷ്യൻ നിരന്തരം അഹങ്കരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഈ തത്വങ്ങളെല്ലാം ഗ്രഹിച്ച ഒരു മനുഷ്യൻ, ഞാൻ നിത്യമുക്തമായ ആത്മാവാണ്, മനസ്സിൻ്റെയോ ഇന്ദ്രിയങ്ങളുടെയോ വിഷയങ്ങളുടെയോ ഗുണങ്ങളും കർമ്മങ്ങളും എന്നെ അല്പം പോലും കളങ്കപ്പെടുത്തുന്നില്ല എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അതായത്, അല്ലയോ അർജുന, നീ
നിന്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നീ ചെയ്യുക. നീ ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലം നിന്റെ ആത്മാവിനെ ഒരിക്കലും കളങ്കപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അല്ലയോ വീരനായ അർജുന, നീ നിന്റെ കർമ്മം അത് നിന്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് നീ ചെയ്യുക. ഇവിടെ ഇതുതന്നെയാണ് ഭഗവാൻ നമ്മളോടും പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട്. എന്തു ഗുണം നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കുക. ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാത്തിടത്താണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു കുലത്തൊഴിൽ ചെയ്യുന്ന ഒരാൾ, അതായത് പരമ്പരാഗതമായി കളിമണ്ണുകൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു പക്ഷേ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ആ ഒരു വാസന അവനുണ്ടാകും, അല്ലേ? അവന് അതിൽ പ്രാവീണ്യം നേടിക്കൊടുത്താൽ അവനാ തൊഴിലിൽ പ്രാഗൽഭ്യമുള്ളവനായിത്തീരും. എന്നാൽ മറ്റു ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളെ കൊണ്ടുവന്ന് ഈ ഒരു കളിമണ്ണ് ഉണ്ടാക്കിപ്പിക്കുവാൻ നമ്മൾ നിർബന്ധപൂർവം പഠിപ്പിച്ചാൽ പോലും ഒരു പക്ഷേ അത്രയും പെർഫെക്ഷനോടുകൂടി അത് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെയൊരു വാസന, അങ്ങനെയൊരു ഗുണം അവൻ്റെ രക്തത്തിൽ ഉണ്ടാകണം. അതായത് ഓരോ മനുഷ്യനും അവൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതെന്തു ഗുണം വേണം എന്നുള്ളത് അവനവൻ നിശ്ചയിക്കുക. പക്ഷേ ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത്. ആ കർമ്മങ്ങളുടെ യാതൊരു വിധത്തിലുള്ള ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മാവ് ശുദ്ധനാണ്, മുക്തനാണ്. ആ കാര്യം തത്വജ്ഞാനികൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ അർജുന, അങ്ങനെ അറിഞ്ഞ് നീ നിന്റെ കർമ്മം അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുക. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളും നമ്മുടെ കർമ്മങ്ങൾ അത് എന്തുതന്നെ ആയിക്കോട്ടെ, ആ കർമ്മങ്ങൾ കൃത്യമായി ചെയ്താൽ അതിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അത് മറന്നിട്ട് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗുണമേത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അത് നമ്മുടെ കർമ്മഫലമാണ്. അല്ലാതെ അതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. അവിടെ ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ മിടുക്കനാണ്, മിടുക്കിയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അത് ഭംഗിയായി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ.